മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷി കറ്റാർ വാഴ നടിയിലാണ്. നമുക്കേവർക്കും സുപരിതമായ ഒരു പച്ചമരുന്നാണ്. അതുപോലെ തന്നെ ഒരു ഉദ്യാന സസ്യം കൂടിയാണ് ഈ കറ്റാർ വാഴ. നിരവധി രോഗങ്ങൾക്ക് ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പച്ചമരുന്ന് കൂടിയാണ് കറ്റാർ വാഴ. എന്ന് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുള്ള വായുവിനെ ശുദ്ധീകരിക്കാൻ മറ്റു പല സസ്യങ്ങളെപ്പോലെ തന്നെ ഈ കറ്റാർ വാഴയുടെ കഴിവും അത്ഭുതാപകമാണ്. അതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ കറ്റാർ വാഴ വച്ചു പിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ചിലവുകളൊന്നും നമുക്കില്ല. നമ്മുടെ മണ്ണിൽ വേണേൽ വച്ചു പിടിപ്പിക്കാം, അതുപോലെ ചെടിച്ചട്ടിയിൽ വച്ചു പിടിപ്പിക്കാം, അതുപോലെ ചാക്കിൽ വച്ചു പിടിപ്പിക്കാം. ഇപ്പം ഞാനിപ്പോൾ വെച്ചു പിടിപ്പിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരു ടയറിൻ്റെ കൊട്ടയാണ്. അപ്പോൾ ഈ ടയറിൻ്റെ കൊട്ട ഞാൻ എടുക്കുന്നത് വെച്ചാൽ, ഈ കറ്റാർ വാഴ ദീർഘകാല വിളയാണ്. നമ്മൾ ഒരെണ്ണം നട്ടു കഴിഞ്ഞാൽ വർഷങ്ങളോളം ഇതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് വ്യാവസായികമായി തന്നെ ഇത് പലരും കൃഷി ചെയ്യുന്നുണ്ട്. കാരണം ഇതിൽ നിന്ന് തന്നെ പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കറ്റാർ വാഴയുടെ ജെല്ല് നമുക്ക് അങ്ങാടിക്കടകൾ, മരുന്ന് കടകളിൽ ലഭ്യമാണ്. അത് പല വിധത്തിലുള്ള അസുഖങ്ങൾക്ക് മാത്രമല്ല, ഒരു സൗന്ദര്യവർദ്ധക വസ്തു കൂടിയാണ്. പിന്നെ മറ്റൊന്ന്, കറ്റാർ വാഴയുടെ ജെല്ല് ഉപയോഗിച്ചുള്ള സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ കറ്റാർ വാഴ എണ്ണ തലമുടി വളരാനും താരനും മുടി കൊഴിച്ചിലൊക്കെ പോകുന്ന കറ്റാർ വാഴയുടെ ജെല്ലിനോടൊപ്പം എണ്ണ ചേർത്ത് കാച്ചിയെടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇത് തേച്ച് സോപ്പിന് പകരം നമുക്ക് ഇതിൻ്റെ ആ പൾപ്പ്, അതിൻ്റെ ആ മാംസളമായ ഭാഗം ശരീരം തേച്ച് കുളിപ്പിക്കാം. അതുപോലെ തന്നെ തല കഴുകാനുള്ള ഒരു മരുന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ നിരവധികളായ മരുന്നുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു സസ്യം കൂടിയാണ് ഈ കറ്റാർ വാഴ. അപ്പോൾ ഈ കറ്റാർ വാഴ ഒരാൾക്ക് ഇത് വലിയ ചിലവൊന്നുമില്ലാതെ നമുക്ക് വളർത്താം. പണച്ചിലവൊന്നും പറയുന്നില്ല, കാരണം ഇതിന് വലിയ വളമൊന്നും വേണ്ട. പലരും പറയുന്നുണ്ട് ഇത് വളം വേണമെന്ന്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടേ, മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു സസ്യത്തിനും അമിതമായ വളപ്രയോഗം പാടില്ല. എന്ന് മാത്രമല്ല, രാസവളങ്ങൾ ഒരു കാരണവശാലും മരുന്നുകൾക്ക് നമ്മൾ ഇടരുത്. കാരണം അതിന് ചില ദോഷവശങ്ങളുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഞാൻ ഇതുപോലെ ടയർ കൊട്ട നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ടയർ കൊട്ട നമ്മൾ വാങ്ങിച്ചിട്ട് കമ്പി പഴിപ്പിച്ച് ഭംഗിയായിട്ട് പഴിപ്പിച്ച് വെച്ച് കൊടുക്കാമെങ്കിൽ അതിന് ഹോളുണ്ടാവും. അതായത് വെള്ളം വാർന്ന് പോകത്തക്ക രീതിയിലുള്ള ഹോളുണ്ടാവും. അതിനകത്ത് ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ഇതേപോലെ കരിയില നിറച്ചു പകുതി, അതിനുശേഷം കുറച്ച് മണ്ണും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ മണ്ണ് എല്ലുകൂടിയും ചാമ്പലും കൂടെ കൂട്ടി ഇളക്കിയ കുറച്ച് മണ്ണ് വെച്ചിട്ടുണ്ട്. ഇത് മാത്രമാണ് ഇതിൻ്റെ വളം എന്ന് വെച്ചാൽ. പിന്നെ ഒരു കൊല്ലം 2 കൊല്ലം ഒക്കെ ആകുമ്പോൾ ഈ കൊട്ട നിറച്ച് ഇതിനകത്ത് ഒക്കാത്ത രീതിയിൽ ഇതങ്ങ് വളരും. അന്നേരം വേണമെങ്കിൽ കുറേ വിത്തുകൾ എടുത്തതിന് ശേഷം നമുക്ക് ഈ മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറെ മണ്ണൂടെ നിറച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇത് എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒപ്പം ഇതിൻ്റെ ജെല്ല് ആണ് ഞാൻ ശരീരത്തിൽ തേച്ച് കുളിക്കുക, തലയിലൊക്കെ തേച്ച് കുളിക്കുന്ന ജെല്ലാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ മുറിവുകൾ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ഇതിനെ ജെല്ല് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ അത് കുറയും. അതുപോലെ തീപ്പൊള്ളൽ ഏൽക്കുവാണെങ്കിൽ ഇതിൻ്റെ ജെല്ല് പുരട്ടിയാൽ തീപ്പൊള്ളൽ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. പിന്നെ നമ്മുടെ ശരീരത്തിൽ ചൊറിഞ്ഞ് പൊട്ടുക, അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള ത്വക്ക് രോഗങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ജെല്ല് പലതവണ തേക്കെങ്കിൽ ആ സംഗതി അങ്ങ് മാറും. അങ്ങനെ എനിക്ക് ഒരു വീട്ടുവൈദ്യം കൂടിയായിട്ടാണ് ഈ കറ്റാർ വാഴ ഉപയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട എൻ്റെ പ്രേക്ഷകരുമായിട്ട് ഇത് ഇന്ന് പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ പരിശ്രമിക്കുന്നത്. അപ്പം ഇങ്ങനെ കറ്റാർ വാഴ, ഇത് എൻ്റെ തന്നെ തോട്ടത്തിലെ കറ്റാർ വാഴയാണ്. എനിക്ക് നിരവധി കറ്റാർ വാഴകളുണ്ട്. അപ്പോൾ കറ്റാർ വാഴ തന്നെ ചുവന്ന ഇനത്തിൽപ്പെട്ട ഒരു കറ്റാർ വാഴ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇത് നടുന്നതിന് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് ഞാൻ പിഴുതെടുത്തപ്പോൾ ഇത്രയും വേരുണ്ട്. ഇത്രയും വേര് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇവിടെ വെച്ച് ഇത് കണ്ടിച്ച് കളയാം. അപ്പോൾ ഇത് കളയരുത്. ഇത് എവിടെയെങ്കിലും കൂട്ടിയിട്ടിരുന്നാൽ ഇതിൽ നിന്ന് വീണ്ടും തൈകൾ കിളിച്ചു വരും. അപ്പോൾ നമ്മൾ ഇത് നടുക. ഇങ്ങനെ നട്ടു നമ്മൾ ഇനി മണ്ണിടും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് വേര് നമുക്ക് നീക്കം ചെയ്യാം. ഇത്രയും വേരിൻ്റെ ആവശ്യമില്ല. ഇതിനകത്തിപ്പം 4 എണ്ണമാണ് ഞാൻ നട്ടിരിക്കുന്നത്. ഇനിയും അല്പം വളം ചേർത്ത മണ്ണൂടെ ഇതിനൊന്നേ ഇതിൻ്റെ നടുവിൽ ജോലി പൂർത്തിയായി. ഈ കറ്റാർ വാഴയുടെ നടിയിൽ പൂർത്തിയായി. ഇനി ഇതിൻ്റെ പ്രത്യേക ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് സൂര്യപ്രകാശം വേണമെന്നില്ല. ഇത് തണലത്ത് വേണമെങ്കിൽ നമുക്ക് വെക്കാം.
അതുപോലെ തന്നെ വെയിലത്ത് വേണമെങ്കിൽ നമുക്ക് വെക്കാം. മഴ പെയ്യാത്ത ദിവസങ്ങളിൽ ഒരു 2-3 ദിവസം കൂടുമ്പോഴേ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട. അപ്പം ഇത്തരത്തിൽ എല്ലാ വീട്ടുകാരും ഓരോന്ന് നട്ടുപിടിപ്പിച്ചാൽ അത് നമുക്ക് വലിയ നേട്ടമായിരിക്കും. നമ്മൾ ആശുപത്രിയിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിക്കുന്ന ഏതൊരു മരുന്നിനെക്കാട്ടിലും ഞാൻ മുമ്പ് പറഞ്ഞ ആ രോഗങ്ങൾക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്ന് കൂടിയാണ്. അപ്പം ഇത് കേട്ട എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദ്യമായ നന്ദി, നമസ്കാരം.